നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദു. ആദ്യം പ്രധാന വാർത്തകൾ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ തുടർച്ചയായ പ്രക്ഷോഭവുമായി കോൺഗ്രസ്. പട്ടാമ്പി മിനി വൈദ്യുതി ഭവനിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ഒറ്റപ്പാലം KSEB ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. 8ാം ശമ്പള കമ്മീഷൻ ഉടൻ രൂപീകരിക്കണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ഷൊർണൂർ CGSPA പെൻഷൻ ദിനാചരണം. പെൻഷൻകാരെ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ വരവറിയിച്ച് എങ്കക്കാട് ദേശപ്പാന. പാനയുടെ സവിശേഷത ഉദയം മുതൽ ഉദയം വരെ നീളുന്ന ചടങ്ങുകൾ. അന്നദാനത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. മുൻ MLA CP മുഹമ്മദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി കോളേജ് സ്റ്റോപ്പ് പരിസരത്ത് നിന്നാണ് KSEB ഓഫീസ് മാർച്ച് ആരംഭിച്ചത്. നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മാർച്ച് പട്ടാമ്പി കൂമ്പൻകല്ലിലുള്ള മിനി വൈദ്യുത ഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ മുൻ MLA CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 6 തവണ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു. ഒന്നിച്ച് വർദ്ധിപ്പിക്കുന്നില്ല. അതിന്റെ ഒരു മനഃശാസ്ത്രം ഒന്നിച്ച് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഇത് അനുഭവപ്പെടാതെ പോകാൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ വായിച്ചൊരു ഇംഗ്ലീഷ് കഥയുണ്ട്. ഒരാൾക്ക് ജീവനുള്ള തവളയെ കൊല്ലണം. അപ്പോ അടുപ്പത്ത് വെള്ളം വെച്ച് വെള്ളം തിളക്കുമ്പോ അതിൽ തവളയെ ഇട്ടാൽ അങ്ങനെ കൊല്ലാൻ പറ്റില്ല. ചൂടറിയാതെ തവള കൊല്ലപ്പെടണം. അതിനാദ്യം പച്ചവെള്ളത്തിൽ തവളയെ ഇട്ട് അതിൻ്റെ അടിയിൽ തീ കൊളുത്തി മെല്ലെ മെല്ലെ ചൂടാകുമ്പോ തവള ഈ ചൂടറിയാതെ ചാവും. ഇതൊരു മനഃശാസ്ത്രമാണ്. അതുപോലെയാണ് 10 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് 10 തവണ ഓരോ രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷത വഹിച്ചു. PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, KR നാരായണസ്വാമി, വാഹിദ് കൽപ്പക, C സംഗീത, ജിതേഷ് മോഴിക്കുന്നം, P രൂപേഷ്, സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അന്യായമായ വൈദ്യുതി നിരക്ക് വർധനവ് ആരോപിച്ച് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KSEB ഓഫീസ് മാർച്ച് നടത്തി. പോലീസ് മാർച്ച് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. KSEB ഓഫീസ് റോഡിന് മുൻവശത്ത് പോലീസ് മാർച്ച് തടഞ്ഞതാണ് നേരിയ സംഘർഷത്തിന് ഇടയാക്കിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സമരം KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പ്രക്കോട്, ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K വിജയരാഘവൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, KK സാജൻ, P പ്രേമൻ, നേതാക്കളായ K കബീർ, N വിജയകുമാർ, NK കൃഷ്ണൻകുട്ടി, മുഹമ്മദ് സാലിഹ്, നിർമ്മല ഷാജി, ഗിരീഷ് മാസ്റ്റർ, UP രാജു, PJ സാമുവൽ, C ഉണ്ണികൃഷ്ണൻ, K ശശികുമാർ, NK ശ്രീജേഷ്, B ജിത്തു, PP പാഞ്ചാലി, രമ രവീന്ദ്രൻ, രഞ്ജിനി വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർച്ചിന് M ഉണ്ണികൃഷ്ണൻ, N ഹുസൈനാർ, P ജയരാജൻ, M ഗോപൻ, PT രാധ, PC സിന്ധു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെൻഷൻ ദിനം ആചരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി MB മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ CGSPA ഓഫീസിൽ ചൊവ്വാഴ്ചയാണ് പെൻഷൻ ദിനം ആചരിച്ചത്. പ്രസിഡന്റ് C മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. M ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. M രവീന്ദ്രൻ, M ബാലസുബ്രഹ്മണ്യൻ, M രാജഗോപാലൻ, EP ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. K വേലായുധൻ സ്വാഗതവും P ആറുമുഖൻ നന്ദിയും പറഞ്ഞു. 8ാം ശമ്പള കമ്മീഷൻ ഉടൻ രൂപീകരിക്കണമെന്നും കോവിഡ് കാലത്ത് തടഞ്ഞുവെച്ച 18 മാസത്തെ DA കുടിശ്ശിക അനുവദിക്കണമെന്നും പെൻഷൻകാരെ ആദായനികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂട്ടേഷൻ കാലാവധി 15 വർഷത്തിൽ നിന്ന് 12 വർഷമായി ചുരുക്കണമെന്നും യോഗം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ വരവറിയിച്ച് അങ്കക്കാട് ദേശപ്പാന നടന്നു. ഉദയം മുതൽ ഉദയം വരെ നീണ്ടു നിൽക്കുന്ന ആചാരങ്ങളോടെയാണ് ഉത്രാളിക്കാവിലമ്മയ്ക്ക് സമർപ്പിക്കുന്ന ദേശപ്പാനയുടെ പ്രത്യേകത. തട്ടകവാസികളുടെ ക്ഷേമ ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് നൂറ്റാണ്ടുകളായി ദേശപ്പാന അനുഷ്ഠിക്കുന്നത്. പന്തലിന് കാൽനാട്ടിക്കൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പാണ്ടിമേളത്തോടെ ഭഗവതിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. തുടർന്ന് കൂറയിടലും തണ്ടുനാട്ടലും അകംപൂകലും നടന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെ ആരംഭിച്ച കളമെഴുത്തിന് ശേഷം വൈകിട്ട് ദീപാരാധന, തായമ്പക, ലളിത സഹസ്രനാമം എന്നിവയും വിപുലമായ അന്നദാനവുമുണ്ടായി. പുലർച്ചെ തിരുവുഴിച്ചിൽ, പാനവലത്ത് എന്നിവയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരമ്മയ്ക്കുള്ള ഗുരുതിയോടെയാണ് സമാപനമായത്. മുഖ്യ പാനക്കാരായ ശ്രീധരൻ, തങ്കപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പാരമ്പര്യ രീതിയിലുള്ള പൂജാവിധാനങ്ങൾക്ക് തങ്കപ്പൻ കാർമ്മികത്വം വഹിച്ചു. നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന പാനയുടെ ഐതിഹ്യ കഥകളും അനുഷ്ഠാനം കൊണ്ടും തട്ടകവാസികൾക്കുണ്ടാകുന്ന ആത്മീയ നേട്ടങ്ങളെക്കുറിച്ചും ശ്രീധരൻ വിശദീകരിച്ചു. പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങുകൾ. കുഞ്ഞുട്ടി മൂത്താർക്ക് നടത്തുന്ന കലശത്തോടെ എങ്കക്കാട് വിഭാഗം പൂരച്ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുമെങ്കിലും ദേശപ്പാന നടത്തുന്നതോടെയാണ് പൂരപ്രവർത്തനങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തുക. അന്നദാനമാണ് പാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ മുതൽ രാത്രി വരെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനമാണ് എങ്കക്കാട് പാനയുടെ സവിശേഷത. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ടൗൺ SNDP വനിതാ സംഘം കുടുംബസംഗമം മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിൽ നടന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ടൗൺ SNDP വനിതാ സംഘം പ്രസിഡന്റ് സരോജം സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി MS സാബു, ശ്രീനാരായണ സമാജം സെക്രട്ടറി UD ദിനേശൻ, M രാമചന്ദ്രൻ, KS ദേവരാജൻ, സ്വയംപ്രഭ, ഹേമലത എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, സംഘഗാനം, ഭക്തിഗാനാലാപനം, മറ്റ് കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്ലബ്ബുകളോടാണ് ഷട്ടിൽ ട്രയൽ സ്പോർട്സ് ലക്കിടിയിലാണ് നടന്നത്. ക്രിക്കറ്റ് PCC ക്ലബ്ബ് ഏറ്റെടുത്തതാണ്. ഫുട്ബോൾ യുവശക്തി പുത്തൂർ ക്ലബ്ബാണ് ഏറ്റെടുത്തത്. വോളിബോൾ ഇന്റർമിലാൻ ലക്കിടി. കലാമത്സരങ്ങൾ നടത്തിയത് വികാസ് ക്ലബ്ബ് രാമവർഷപ്പടിയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറി. ജനപ്രതിനിധികൾ, ഭരണസമിതി അംഗങ്ങൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതവും പഞ്ചായത്ത് അംഗം അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൊതുമേഖലാ ബാങ്ക് സംവിധാനത്തെ സാധാരണക്കാരിൽ നിന്ന് അന്യായമാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് P പ്രേംനാഥ് പാലക്കാട് ഓൾ കേരള ബാങ്ക് റിട്ടേഴ്സ് ഫെഡറേഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് പൊതുജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും ഉന്നതി ലക്ഷ്യം വെച്ചാണ്. പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കി വിദേശവൽക്കരണമാണ് ഇന്ന് നടക്കുന്നത്. കോടികളുടെ വിഹിതങ്ങൾ കുത്തകകളുടെ കടം എഴുതി തള്ളാനാണ് ഉപയോഗിക്കുന്നത്. ബാങ്കിംഗ് മേഖല ശക്തിപ്പെടുത്താൻ നിരന്തരം അധ്വാനിച്ച ജീവനക്കാരെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചാണ് അവഗണിക്കുന്നത്. വ്യത്യസ്ത സംഘടനകളുണ്ടെങ്കിലും
ആവശ്യമൊന്നായതിനാൽ സംഘശക്തിയിലൂടെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും കഴിയണമെന്നും അഡ്വക്കേറ്റ് പ്രേംനാഥ് പറഞ്ഞു. ജില്ലാ ചെയർമാൻ MS നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി M വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി K മുരളീധരൻ, P പ്രഭാകരൻ, TV ഗണപതി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൂറ്റനാട് ടൗൺ വികസന പ്ലാനിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെട്ടിട ഉടമകൾ രംഗത്ത്. 24-ന് പ്രതിഷേധ ജാഥയും വിശദീകരണ യോഗവും നടത്തുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂറ്റനാട് ടൗൺ വികസനത്തിന്റെ പേരിൽ അശാസ്ത്രീയമായ നടപടികളാണ് ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നതെന്നും ഇത് കെട്ടിട ഉടമകൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. റോഡ് അലൈൻമെന്റ് വർക്കിനു വേണ്ടി പ്രാഥമിക സർവേ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. കെട്ടിട ഉടമകളെ അറിയിക്കാതെ സ്വകാര്യ സ്ഥലങ്ങളിൽ മഞ്ഞക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കെട്ടിടം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് മന്ത്രി യോഗം വിളിച്ചെങ്കിലും പരാതികൾക്ക് ശേഷം അനുകൂലമായ മറുപടി ഉണ്ടായില്ലെന്നും കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൂറ്റനാട് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സ്വകാര്യ ഏജൻസിയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേ അശാസ്ത്രീയമാണ്. ടൗൺ വികസനം നടപ്പാക്കിയാൽ 30-ൽ പരം കെട്ടിടങ്ങളും 210-ൽ പരം വ്യാപാര ഓഫീസ് സ്ഥാപനങ്ങളും മുറികളും ഇല്ലാതാകും. 40 വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്ത കൂറ്റനാട് വികസനവും വ്യാപാര മേഖലയും തകരും. നിലവിൽ കൂറ്റനാട് ടൗണിലെ 4 ഭാഗങ്ങളിലേക്കുള്ള റോഡുകളും അത്യാവശ്യത്തിന് വീതിയുണ്ട്. 300 മീറ്റർ നീളത്തിൽ മാത്രമാണ് വികസന പദ്ധതി നടപ്പാക്കുന്നത്. അതുകൊണ്ട് പദ്ധതി ഗതാഗതക്കുരുക്ക് ഇരട്ടിയാക്കാനാണ് ഇടവരുത്തുക. നിലവിൽ പെരുമ്പിലാവ് നിലമ്പൂർ പാതയുടെ നവീകരണം വരാനിരിക്കെ കൂറ്റനാട് ടൗൺ വികസനം പ്രഹസനമാകുമെന്നും കെട്ടിട ഉടമകൾ പറഞ്ഞു. തൽപരകക്ഷികൾക്ക് വിധേയമായിക്കൊണ്ടാണ് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന നടപടികളുമായി അധികൃതർ മുന്നോട്ടു പോകുന്നത്. ഇത് വ്യാപാരികളെയും കെട്ടിട ഉടമകളെയും പെരുവഴിയിലാക്കുന്ന നിലപാടാണ്. ടൗണിലെ മരങ്ങളും വഴിയോര കച്ചവടങ്ങളും ബസ് സ്റ്റോപ്പുകളും നീക്കം ചെയ്താൽ തന്നെ റോഡ് വികസനം നടപ്പാക്കാനാകുമെന്നും ഇവർ പറഞ്ഞു. ടൗൺ വികസനം ജനോപകാരപ്രദമായ രീതിയിൽ നടപ്പാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 24-ന് പ്രതിഷേധ ജാഥയും വിശദീകരണ യോഗവും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുട്ടനാടിലെ ഏകദേശം 32ഓളം വരുന്ന 280-ൽ പരം കടമുടികളെ അവരുടെ ഉപജീവന മാർഗവും അവരുടെ ഒരുപാട് കാലത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള സമ്പത്ത് ഇല്ലാതാൻ പോകുന്ന ഒരു സാഹചര്യം നിലവിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട് യൂണിറ്റ് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അതുപോലെ തന്നെ പൗരസമിതിയുടെയും സംയുക്തമായി ഇത്തരത്തിലുള്ള ഒരു പ്രസ് മീറ്റിങ്ങും അതുപോലെ തന്നെ തുടർന്ന് ഭാവിയിൽ ഒട്ടനവധി പ്രക്ഷോഭ സമരങ്ങളും നടത്തുവാൻ തീരുമാനിച്ചു. വൈകുന്നേരം 3:30 മുതൽ 5:30 വരെയാണ് പ്രതിഷേധ പരിപാടികൾ. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി, താലൂക്ക് പ്രസിഡന്റ് മുരളി പരുതൂർ, സംസ്ഥാന സെക്രട്ടറി KV അബ്ദുൽ ഗഫൂർ, റഷീദ് മേലേപ്പാട്ട്, രാധാകൃഷ്ണൻ പാലാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജില്ലാ നാരായണീയ മഹോത്സവ സമിതിയുടെ നാരായണീയ ദിനാവാരാഘോഷങ്ങളുടെ ജില്ലാതല സമാപനം അകലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു. സമാപന സമ്മേളനം മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര നാരായണീയ മഹോത്സവ സമിതിയായി മാറി അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മംഗളകരമായിട്ട് അതിശക്തമായിട്ട് ഭാരതത്തെ ലോകത്തിന്റെ നിലയിൽ വിശ്വഗുരുവാക്കി തീർക്കാൻ നമ്മുടെ നാരായണീയ പാരായണത്തിന്റെ ശക്തിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് ഇന്ന് പാലക്കാട് ജില്ലയുടെ എന്നുള്ള പേരിലാണെങ്കിൽ കൂടി തൃശ്ശൂർ ജില്ലാ നാരായണീയ സമിതി, മലപ്പുറം ജില്ലാ നാരായണീയ സമിതി എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അകലൂർ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് P രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി IB ശശിധരൻ, ജോയിന്റ് സെക്രട്ടറി AC ചന്താമരാക്ഷൻ എന്നിവർ വിഷയാവതരണം നടത്തി. നീലകണ്ഠ മന്ദിർ ഹൃഷികേശ് മഠാധിപതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. PP രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സോപാന സംഗീതത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഗായത്രി ആചാര്യൻ സുധാകരൻ ബാബു, ജില്ലാ രക്ഷാധികാരി P സതീഷ് മേനോൻ, ജില്ലാ ഉപാധ്യക്ഷൻ K രാമചന്ദ്രൻ നായർ, സംസ്ഥാന സമിതി അംഗം P കണ്ണൻകുട്ടി, ജില്ലാ ഉപാധ്യക്ഷൻ R കൃഷ്ണൻകുട്ടി, ജില്ലാ ട്രഷറർ സുജാത നായർ എന്നിവർ പങ്കെടുത്തു. വിവിധ ജില്ലകളിൽ നിന്നായി സന്യാസിമാരും സന്യാസി പ്രമുഖരും
പങ്കെടുത്തു. തുടർന്ന് വൈകിട്ട് വരെ നീണ്ടുനിന്ന കൂട്ടനാരായണീയ പാരായണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ തുടർച്ചയായ പ്രക്ഷോഭവുമായി കോൺഗ്രസ്. പട്ടാമ്പി മിനി വൈദ്യുതി ഭവനിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ഒറ്റപ്പാലം KSEB ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. 8ാം ശമ്പള കമ്മീഷൻ ഉടൻ രൂപീകരിക്കണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ഷൊർണൂർ CGSPA പെൻഷൻ ദിനാചരണം. പെൻഷൻകാരെ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ വരവറിയിച്ച് എങ്കക്കാട് ദേശപ്പാന. പാനയുടെ സവിശേഷത ഉദയം മുതൽ ഉദയം വരെ നീളുന്ന ചടങ്ങുകൾ. അന്നദാനത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.